എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് ട്രൈ ചെയ്യാണ്. ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ഇത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സവോള, വലിയ സവോളയാണ് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ തക്കാളി ഉണ്ട്, കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചാണ്. ചെറിയ പച്ചമുളകാണ്, ഇവിടെ പറമ്പെന്ന് പറിച്ച കാന്താരി മുളകാണത്. പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ്, ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് ചെറിയ ഉള്ളി സാധാരണ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ രണ്ടുള്ളി കൂടി വെക്കാറില്ല, പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച്. പിന്നെ ചില്ലി ഗാർലിക് പേസ്റ്റ് ആണിത്, കൊറിയൻഡർ പൗഡർ, മുളക് പൊടി, പിന്നെ പിന്നെ കറിവേപ്പില. സവോള നന്നായിട്ട് ചൂടാക്കി അത് ഒരു ബ്രൗൺ കളറാവും, അതുവരെ നമ്മളൊന്ന് ബോയിൽ ചെയ്യിക്കാം. കുറച്ച് കാന്താരി മുളക് ആഡ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതായത് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താണ്. ഇപ്പൊ നമ്മള് അത്യാവശ്യം ഉള്ളി വെന്ത് നല്ലൊരു ബ്രൗൺ കളറിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മസാലാസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാണ് അടുത്തത്. ഞാനിപ്പോ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അത് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് ചിക്കൻ മസാലയാണ്, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാണ്. ശേഷം ഈ മസാല നന്നായിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്കും നന്നായിട്ട് ആ മസാലയൊക്കെ വേവും. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പൊ ചെറിയൊരു സ്മെല്ലൊക്കെ, അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഒനിയൻ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാണ്. തക്കാളി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ്. ഇനി ഇത് കുറച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഫ്രൈ പാൻ ചെറുതാണ്, അപ്പം കുറച്ചും കൂടി വലിയൊരു പാത്രം വേണം. അപ്പൊ ഞാൻ മെല്ലെ ഇത് ആ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. കാരണം അത് ചെറുതായതുകൊണ്ട് നമ്മൾ ഇനി ചിക്കൻ കൂടി ഇടുമ്പോൾ അതിൽ സെറ്റ് ആവില്ല. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് വേവിച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് വെന്ത് സെറ്റ് ആയിട്ടുണ്ട് മസാലയൊക്കെ. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മളെ മസാലയും ഒലിയനും തക്കാളിയും എല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. സെറ്റ് ആവും. അതില് ചിക്കനും മസാലയും തമ്മിൽ ഒരു ബന്ധം ആവും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ ചിക്കനും മസാലയും എല്ലാം കൂടിയും ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ ഉള്ളിയാണ്. അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് അതിന്റെ കൂടെ ചിക്കൻ കറീൻ്റെ കൂടെ മിക്സ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്മെല്ല് ഇങ്ങനെ വരും. ഒന്ന് നല്ലോണം ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് നല്ലോണം വാട്ടിയെടുത്തിട്ട് മറ്റേ ചിക്കൻ കറീൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഈ കറിവേപ്പില ഞാൻ ഇവിടുന്ന് നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിച്ച കറിവേപ്പിലയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വാട്ടുന്ന സമയത്ത്. അപ്പൊ ഈ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ഈ ഒരു പരുവത്തിലാകുന്ന സമയത്ത് നമ്മൾ ഇത് കറീൻ്റെ കൂടെ മിക്സ് ചെയ്യാം.
അയ്യോ, നല്ല തിളച്ച് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കറി. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.